Download now. CC Learning App. ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് എക്സാം ഇങ്ങ് അടുക്കാറായി, നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CC ഒരു പുതിയ കോഴ്സ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെറ്റ് ഫെബ്രുവരി മാസം നടന്ന സെറ്റിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. കേരളത്തിൽ ആകെ 3000 പേര് പാസ്സായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏകദേശം 600ഓളം പേര്, അതായത് 5ൽ 1 കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു റിസൾട്ട് കാർഡിൽ ഫോട്ടോ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗമായിക്കൊണ്ട് സെറ്റ് എന്ന് പറയുന്ന ആ യാത്ര പൂർത്തീകരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ CCയുടെ ആപ്പ്, ലേണിംഗ് ആപ്പ് ഉണ്ട്. ആ ലേണിംഗ് ആപ്പിൽ നമ്മൾ ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ സെറ്റിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ എല്ലാം നമ്മുടെ മോഡൽ എക്സാംസും ക്വിസസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട ലേണിംഗ് മെറ്റീരിയൽസ്, ജനറൽ പേപ്പറിൻ്റെയൊക്കെ ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാം PYQസും എല്ലാം അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 90 ഡേയ്സിൻ്റെ ഒരു ബാച്ചാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മളുടെ ബാച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഏകദേശം 300-400 അടുത്തുള്ള വീഡിയോസ് നമുക്കുണ്ട്. അതായത് നമ്മുടെ എൻറ്റയർ ആയിട്ടുള്ള നമുക്ക് വേണ്ട റിക്വയർഡ് സബ്ജക്റ്റിനെയാണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, നിങ്ങൾ PGക്ക് അത് തന്നെയല്ലേ പഠിച്ചത്, പിന്നെ എന്തിനാ ഇതൊന്ന് ചോദിക്കുക അല്ലേ. അപ്പം നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്കൊരു ലൈവ് സെഷൻസ് ഉണ്ട്. ഈ ലൈവ് സെഷൻസ് ഒരു ലൈവ് സെഷൻസ് അല്ല കേട്ടോ, ഒരുപാട് ലൈവ് സെഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആഴ്ചയിൽ 3 ലൈവ് ക്ലാസ് നമ്മൾ സബ്ജക്റ്റിനായിട്ട് തരുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ആയിട്ടുള്ള ട്രെൻഡിങ് ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് സ്റ്റാർക്ക് എഫക്റ്റ്, സീമാൻ എഫക്റ്റ്, ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ, ഇതൊക്കെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഇതിൽ നിന്നൊക്കെ ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ആസ് വെൽ ആസ് അവിടെ നിന്ന് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ഉണ്ട്, കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കും. ഇപ്പം എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. എന്താണ് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇപ്പം നമുക്ക് നമ്മുടെ ഫെർമി ഗോൾഡൻ റൂളിൻ്റെ ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടാണ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പോളീസ് സ്പിൻ മെട്രിക്സ് ഉണ്ടല്ലേ, പോളീസ് സ്പിൻ മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതിൻ്റെ ട്രേസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിറ്റർമിനൻ്റ് ചോദിച്ചാൽ അതെല്ലാം എന്താണ്, ഇതെല്ലാം ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. അതേസമയം അവിടെ എന്താണ്, നമുക്ക് ഫെർമി ഗോൾഡൻ റൂളോ അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ സ്കാറ്ററിംഗ് സെഷൻ്റെ ഒപ്റ്റിക്കൽ തിയറമോ ഒക്കെ വെച്ചിട്ട് എല്ലിൻ്റെ വാല്യൂ വേരി ചെയ്യിച്ചുകൊണ്ട് നമ്മളോട് പ്രോബ്ലം ചോദിക്കുകയാണ്. അതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി എങ്ങനെയാണ് കോൺസെപ്ച്വൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻ വരുന്നത്? കോൺസെപ്ച്വൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ എന്താണ്, സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണ്, കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് കൂടിക്കഴിഞ്ഞാൽ ന്യൂമറിക്കൽ അപ്പേർച്ചറിന് എന്ത് സംഭവിക്കും? ദിസ് ഈസ് എ കൈൻഡ് ഓഫ് കോൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഇത് ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർക്ക് എഫക്റ്റിൽ നിന്നോ സീമാൻ എഫക്റ്റിൽ നിന്നോ ഒക്കെ ചോദിക്കാം. എന്താണ്, സപ്പോസ് S ഈസ് ഈക്വൽ ടു സംതിങ്, അങ്ങനെയാണെങ്കിൽ എത്ര ലെവൽ ഓഫ് സ്പ്ലിറ്റിംഗ് ഉണ്ട്, അത് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റിൽ 4 കൈൻഡിൽ തരിക. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്പ്ലിറ്റിങ്, അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് തരിക. അപ്പം അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പം ഈ ലൈവ് സെഷൻ ഉണ്ട്, അതുപോലെ റെക്കോർഡ് സെഷൻ ഉണ്ട്. ഇത് കൂടാതെ എന്താണ്, നമ്മൾ ഒരു മോക്ക് എക്സാം ആസ് വെൽ ആസ് എന്താണ് വീക്ക്ലി റിവിഷൻ എക്സാംസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മെൻറ്റർഷിപ്പ് ഉണ്ട്, വർക്ക്ഷീറ്റുകളുണ്ട്. ഇത്രയുമാണ് നമ്മുടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഈ 90 ഡേയ്സ് പാക്കേജിൽ വരുന്നത്. ആസ് വെൽ ആസ് ഒരു സൂപ്പർ സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം Day 1 നമ്മൾ വെക്ടർ ഓൾജിബ്രയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അപ്പം ആ ഒരു സെറ്റ് ഓഫ് എന്താണ് വീഡിയോസ് അങ്ങ് നമ്മൾ കാണുക.
കണ്ടതിന് ശേഷം വർക്കൗട്ട് ചെയ്യുക, അതിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കുക. ഇപ്പം ചില സമയത്ത് നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറയുന്നത് ലൈവ് റെക്കോർഡഡ് അവിടെ നടക്കുമ്പം പാരലായിട്ട് വേറെ ടോപ്പിക്ക് കൊണ്ടുപോകും. ഇപ്പം എന്താണ്, രണ്ടും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. എഫിഷ്യൻ്റ് ആയിട്ടും സഫീഷ്യൻ്റ് ആയിട്ടും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. എവറി 5th ഡേ ഓർ 6th ഡേ ഓർ 7th ഡേ, അതായത് എല്ലാ വീക്കെൻഡുകളിലും നമ്മളൊരു റിവിഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ടോപ്പിക് ബേർഡൻ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ റിവിഷൻ ഡേയ്സ് നമ്മൾ തരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു സെറ്റപ്പ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇപ്പം നമുക്ക് മൈക്രോ പ്രോസസ്സർ ഉണ്ട്, ലേസർ ഉണ്ട്, അതെല്ലാം എന്താണ് നമ്മളുടെ കൺവെൻഷനലി നമ്മൾ പഠിച്ച ഫിസിക്സിൻ്റെ ടോപ്പിക്കുകളല്ല. എന്നിട്ട് പോലും അതിനൊരു സിഗ്നിഫിക്കൻ്റ് റോളുണ്ട്. ഇപ്പോൾ ലേസറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ലേസറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ ഏറ്റവും ചീഫായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ലേസിംഗ് മീഡിയം ഏതാണ്? PN ജംഗ്ഷൻ ഡയോഡാണ് അതിൻ്റെ ലേസിംഗ് മീഡിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം CO2 ലേസർ, അല്ലെങ്കിൽ CO2 ലേസർ എന്ന് പറയുന്നത് ഒരു 4 ലെവൽ ലേസറാണ്. ഡൈ ലേസർ ഒരു 4 ലെവൽ ലേസറാണ്. റൂബി ലേസർ ഒരു 3 ലെവൽ ലേസറാണ്. ഇപ്പോൾ CO2 ലേസറിൻ്റെ അകത്ത് CO2 മാത്രമാണോ? നൈട്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട്. അതിൻ്റെ റേഷ്യോ 1:2:7 ആണ്. അതിൻ്റെ അകത്ത് നൈട്രജൻ്റെ പർപ്പസ് എന്താണ്? ഹീലിയത്തിൻ്റെ പർപ്പസ് എന്താണ്? CO2ൻ്റെ പർപ്പസ് എന്താണ്? CO2 എന്താണ്? മെയിൻ ലേസിംഗ് മീഡിയം ആണ്. അതിൻ്റെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് നൈട്രജൻ ആണ്. അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സിമിലർലി ഇതുപോലെ തന്നെ വരുന്ന ട്രാൻസ്മിറ്റർ, AM വേവ്സ്, അങ്ങനെയുള്ള കാര്യമുണ്ട്. നമുക്ക് അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ കൺവെൻഷനലി ഉള്ള ടോപ്പിക്കുകളും എല്ലാം നമുക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു 90 ഡേയ്സ് ബാച്ചിലൂടെയാണ്. നമുക്ക് വിശദമായിട്ട് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Download now. CC Learning App.